കഥ കേൾക്കാനെത്തിയ എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങൾക്കൊപ്പം ജ്യോതി ഹരിദാസ്. കേൾക്കുന്ന കഥകൾ നിങ്ങൾക്കിഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില അഭിപ്രായങ്ങൾ കമൻ്റായി കാണാറുണ്ട്. അതൊരു സന്തോഷം തന്നെയാണ്. അഭിപ്രായങ്ങൾ തുടർന്നും അറിയിക്കുമല്ലോ. നമ്മുടെ 9ാമത്തെ കഥയുടെ പേര് ഗാഥയുടെ ലോകം. നമ്മുടെ ചുറ്റുപാടും കാണുന്ന ആർക്കും ഇങ്ങനൊരു സ്വകാര്യത ഉണ്ടാകാം. വ്യക്തികളുടെ ഒറ്റപ്പെടലും അവനവനിലേക്ക് ഒതുങ്ങലും സൈബർ സ്വാധീനവും ഒക്കെ അടക്കി വാഴുന്ന ഈ കാലത്തിൻ്റെ ഒരു കഥ. ഗാഥ എന്ന വീട്ടമ്മയുടെ ലോകം നമുക്കൊന്ന് കണ്ടുവരാം. ആവൂ, മുൻവശത്തെ കതകിൻ്റെ ലോക്ക് വീഴുന്ന ശബ്ദം ഒന്ന് ശ്രദ്ധിച്ച ശേഷം അകത്തേക്ക് തിരിഞ്ഞ ഗാഥയുടെ ചുണ്ടുകളിൽ ആശ്വാസത്തിൻ്റെ ഒരു ചിരി വന്ന് മാഞ്ഞുപോയി. ഇനി ഇതെൻ്റെ മാത്രം സാമ്രാജ്യമാണ്, ഞാനാണ് ഇതിൻ്റെ അധിപ. അങ്ങനെയാണോ പറയേണ്ടത്? അതുതന്നെയാണോ ക്വീൻ എന്ന പദത്തിൻ്റെ മലയാളം വാക്ക്? ഈ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ഒരു ഗുണമേ, പല മലയാളം വാക്കുകളും പ്രയോഗിക്കുമ്പോൾ ഉള്ളിൽ അറിയാതെ ഒരു സംശയമാണ്. ചിലതൊക്കെ കേട്ടാൽ നേരെ മനസ്സിലാവുകയുമില്ല. ഗാഥയെ കൂപമണ്ഡൂകം എന്നൊന്ന് പറയുമോ? അതിൻ്റെ അർത്ഥം അറിയുമോ നിനക്ക്? എന്നും മഞ്ജീര ശിഞ്ചിതം എന്നതിൻ്റെ അർത്ഥം നിനക്കറിയില്ല എന്നുമൊക്കെ ആരുടെയെങ്കിലും മുന്നിൽ വെച്ച് ചോദിക്കുകയും ചില വാക്കുകൾ അറിയില്ല എന്ന് തന്നെ കൊണ്ട് പറയിക്കുകയും ചെയ്യുന്നത് നന്ദുവിൻ്റെ ആദ്യകാല വിനോദങ്ങളിൽ പെടുമായിരുന്നു. ഇതേപോലെയുള്ള വാക്കുകളൊക്കെ എന്തിനാണ് ആരെങ്കിലും ഉപയോഗിക്കുന്നത്? പലപ്പോഴും തല അതിശയത്തോട് തന്നെ തനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പരിങ്ങൽ കുറയുകയും നിസ്സംഗത കയറി വരികയും ചെയ്തതോടെ ആ വ്യായാമത്തിലുള്ള നന്ദുവിൻ്റെ താല്പര്യവും പോയി. ജനാലയിൽ കൂടി കയറി ഇറങ്ങാൻ വന്ന കാറ്റ്, എന്തായി ആലോചിച്ചു കൂട്ടുന്നത്? ഇങ്ങനെ ഇരുന്നാൽ മതിയോ ഗാഥക്കുട്ടി എന്ന് സ്നേഹത്തിൽ തട്ടി വിളിച്ചപ്പോഴാണ് ഗാഥ വർത്തമാനകാലത്തേക്ക് തിരികെ വന്നത്. ചിലപ്പോൾ താൻ ഇങ്ങനെയാണ്, ചെയ്യാനുള്ളതൊക്കെ മറന്ന് അങ്ങനെ ഓർത്തിരുന്നു പോകും മറ്റൊരു ലോകത്തേക്ക്. വലിച്ചു വാരിയിട്ടിരിക്കുന്ന തൻ്റെ സാമ്രാജ്യത്തിൽ അവൾ നലസമായി കണ്ണോടിച്ചു. എവിടെ തുടങ്ങണം ഇന്നത്തെ ഭരണം? വിടർത്തിയിട്ടിരിക്കുന്ന പത്രവും ചായക്കോപ്പകളും ദോശപ്പൊട്ടുകൾ ബാക്കി വെച്ച പാത്രവും ഒക്കെ ഇരിക്കുന്ന സ്വീകരണ മുറിയിൽ നിന്നോ? പുതപ്പും തലയിണയും നിശാവസ്ത്രവും ഒക്കെ കുത്തിമറിച്ചിട്ടിരിക്കുന്ന മകൻ്റെ കിടപ്പുമുറിയിൽ നിന്നോ? അതോ ഏതൊക്കെയോ മാസികയും പേപ്പറുകളും രാവിലെ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ ടവലും വീണ് കിടക്കുന്ന നന്ദുവിൻ്റെ മേശപ്പുറത്ത് നിന്നോ? ഇനി ഇതൊന്നുമല്ലെങ്കിൽ നേരെ അടുക്കളയിലേക്ക് പോകാം. നിമിഷം തോറും സ്വയം വർദ്ധിപ്പിക്കുന്നുവെന്നോ പ്രസവിച്ചു കൂട്ടുന്നോ എന്ന് തോന്നിപ്പിക്കുന്ന സിങ്ക്, എത്ര കഴുകിയാലും തീരാത്ത പാത്രങ്ങൾ, എപ്പോൾ കയറിയാലും നിരാശപ്പെടുത്തില്ല എന്നൊരു ഗുണമുണ്ട് അടുക്കളകൾക്ക്. അടുക്കളകളെപ്പറ്റി ഒരു ലോക സത്യം കണ്ടുപിടിച്ച തൃപ്തിയിൽ ഒന്ന് മന്ദഹസിച്ചു ഗാഥ. സമയം 8 മണി. എൻ്റെ ശരിക്കുള്ള ജീവിതം തുടങ്ങുന്നു, സ്വയം പറഞ്ഞ് സോഫയിലേക്ക് ചാഞ്ഞു ഗാഥ നന്ദകുമാർ എന്ന വീട്ടമ്മ. രാവിലെ കൃത്യമായി അലാറം ഉണർത്തുന്നത് മുതൽ ഒരു തുടരൻ ഓട്ടമാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു റിലേ റേസ് തന്നെ, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്. സ്കൂൾ ബസ്സിന് ശേഷം നന്ദുവിൻ്റെ വാഹനം കൂടി പോയി കഴിഞ്ഞാൽ ഫിനിഷിംഗ് പോയിൻ്റ് എത്തിയ ഒരു സമാധാനമാണ്. ഇനി ഒരാൾക്ക് കേൾക്കുമ്പോൾ മൂക്കത്ത് വിരൽ വെക്കാൻ തോന്നുന്ന ഒന്നുണ്ട്. വീട്ടിൽ ഒറ്റയ്ക്കുള്ള മണിക്കൂറുകളാണ് അവൾ ശരിക്കും ആസ്വദിക്കുന്നത്. ഏകാന്തത എന്നത് ഗാഥയ്ക്ക് ഒരു അന്യഗ്രഹ വാക്കായേ എന്നും തോന്നിയിട്ടുള്ളൂ. അവളോടൊത്താണ് അവൾ ഏറ്റവും അധികം ആനന്ദമായി ഇരിക്കുന്നതും സമയം ചിലവാക്കുന്നതും. അത് ഗാഥയുടെ വലിയൊരു രഹസ്യമാണ്. അതൊക്കെ കൊണ്ടാകാം അവളുടെ ഔദ്യോഗിക തിരക്കുകളാൽ സ്വന്തം സുഖസൗകര്യങ്ങൾ കുറയുന്നു എന്ന തോന്നലിൽ നിന്നുള്ള അസ്വസ്ഥതകൾ നന്ദൻ പ്രകടമാക്കി തുടങ്ങിയപ്പോൾ തന്നെ ഒരു യുദ്ധത്തിനും ഗാഥ മുതിർന്നില്ല. ഫെമിനിസം, മെയിൽ ഷോവനിസം തുടങ്ങിയ കടുപ്പമേറിയ കാലഹരണപ്പെട്ടു തുടങ്ങിയെങ്കിലും ആണുങ്ങളെ ഒരു കാരണവുമില്ലാതെ അസ്വസ്ഥരാക്കുന്ന പദപ്രയോഗങ്ങളെ ഒന്നും കൂട്ടുപിടിക്കാതെ, ഒട്ടും മടിക്കാതെ, പുനരാലോചനയ്ക്ക് പോലും നിൽക്കാതെ രാജിക്കത്ത് ഓഫീസിൽ കൊടുത്ത്
ചിരിച്ചും കൊണ്ടാണ് ഗാഥ വീട്ടിലേക്ക് പോന്നത്. ടെലിവിഷനിലെ വാർത്താ ചാനൽ പറയുന്നത് കേൾക്കാൻ ചെവികൾ മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് സോഫയിൽ നിന്ന് എഴുന്നേറ്റ അവൾ അകത്തേക്ക് നടന്ന് അലക്കിയന്ത്രത്തിൽ തുണികൾ കയറ്റി. ആവശ്യത്തിന് സോപ്പ് പൊടിയും ഇട്ടുകൊടുത്ത് സ്വിച്ചിൽ കൈയമർത്തി. ഇനി നീ നിന്റെ പണി ചെയ്യ. ഒന്ന് മന്ദഹസിച്ചുകൊണ്ട് അവൾ LG വാഷിംഗ് മെഷീനോട് പറഞ്ഞിട്ട് തിരിഞ്ഞു. ലോകത്തിന് പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയും ഇല്ല എന്ന തിരിച്ചറിവിൽ സ്വീകരണ മുറിയിലെ സുന്ദരൻ വാർത്താ വായനക്കാരനെ തീരെ ശ്രദ്ധിക്കാതെ വാർത്താലോകം വേണ്ട എന്ന് തീരുമാനിച്ച് അവൾ പാട്ട് കേൾക്കാൻ തുനിഞ്ഞു. കേൾക്കുന്നതിനൊപ്പം മെല്ലെ മൂളി സ്വയം ആസ്വദിച്ച് വരാന്തയിലേക്കുള്ള വാതിൽ തുറന്നു. രണ്ടാമതൊരാലോചനയിൽ ഹെഡ്ഫോൺ ചെവിയിൽ നിന്ന് മാറ്റി പതിവിന് വിപരീതമായി ഗാഥ ലാപ്ടോപ്പിന് നേരെ തിരിഞ്ഞു. ഇതും വീട്ടിലൊറ്റയ്ക്കാവുന്ന സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ്. അവൾ ഓർത്ത് തനിയെ ചിരിച്ചു. തോന്നുന്ന കാര്യങ്ങൾ തോന്നുമ്പോൾ ചെയ്യാം. ഇനി ഒരാൾക്ക് ബുദ്ധിമുട്ടാവുമോ എന്നോർത്ത് ഒന്നും മാറ്റിവെക്കണ്ട. സ്വന്തം വ്യക്തിത്വം തുറന്നു പറയാത്ത, ലിംഗഭേദം പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിചിത്ര നാമധാരികളോട് അല്പം സംസാരിക്കാൻ തോന്നിയാൽ പിന്നിൽ ആരെങ്കിലും വന്ന് നോക്കുമോ എന്ന് ശങ്കിക്കേണ്ട. ചിന്തകൾ അവിടെ എത്തിയപ്പോൾ ഒരു നിമിഷം ഗാഥയ്ക്ക് അതിയായ വിഷമം തോന്നി. ഒരമ്മ എന്ന നിലയിൽ താൻ ഒരു തികഞ്ഞ പരാജയമായി മാറിയിട്ടുണ്ട് എന്നതവൾക്കറിയാം. മറ്റൊരു നന്ദകുമാറായി തന്നെയാണ് മകൻ വീട്ടിൽ വളർന്നു വരുന്നത് എന്ന വാസ്തവം അവൾ തിരിച്ചറിയുന്നുണ്ട്. സഹജീവികളോട് കാണിക്കേണ്ട കരുതലും മര്യാദയും ബഹുമാനവും ഒന്നും തന്നെ തീരെ ആവശ്യമേയില്ല എന്ന മട്ടിലുള്ള അയാളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളുമൊക്കെ എത്ര സ്വാഭാവികമായി ഒപ്പുകടലാസ് പോലെ ആ 10 വയസ്സുകാരൻ പിടിച്ചെടുക്കുന്നു. അത് അവളെ അതിശയിപ്പിക്കാറുണ്ട്. തിരുത്താനുള്ള അവളുടെ ശ്രമങ്ങളൊക്കെയും ലക്ഷ്യം കാണാതെ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ലാപ്ടോപ്പ് ജീവൻ വെച്ചു വരുന്ന സമയത്തിനിടയ്ക്ക് കാട് കയറിപ്പോകുന്ന ചിന്തകളെ തിരിച്ചു വിളിച്ചു ഗാഥ. സത്യത്തിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ, സ്വാതന്ത്ര്യങ്ങൾ ഒക്കെയുണ്ട്. ഗാഥയ്ക്ക് പലപ്പോഴും തോന്നാറുണ്ട്, സ്ത്രീ പക്ഷവാദികൾ ഇതൊക്കെ കാണാത്തതാണോ, അറിയാത്തതാണോ, അതോ ഇനി കണ്ടിട്ടും അറിയുന്നില്ല എന്ന് ഭാവിക്കുന്നതാണോ? കുറച്ചൊരു മനസ്സും ഭാവനയും ഉണ്ടെങ്കിൽ വീട്ടിലെ ഏകാന്ത സമയം സ്ത്രീകൾക്ക് ഉത്സവമാക്കാം. നാടകീയത ശബ്ദത്തിൽ വരുത്തിക്കൊണ്ട് അച്ചടി ഭാഷയിൽ അവൾ സ്വയം പറഞ്ഞു. അല്ല, ശരിക്കും എന്തൊക്കെ ചെയ്യാം? എണ്ണ തേക്കുമ്പോൾ കുളിമുറിയുടെ 4 ചുവരുകൾക്കുള്ളിൽ അടച്ചിടണ്ട. ഇഷ്ടപ്പെട്ട പാട്ട് ഉറക്ക വെച്ച് കുളിമുറി വാതിൽ ചാരാതെ ആസ്വദിച്ചു കുളിക്കാം. കുളി കഴിഞ്ഞാൽ പരസ്യത്തിലേതുപോലെ ടവൽ ചുറ്റി വീട്ടിലൂടെ നടക്കാം. പാട്ടിൻ്റെ താളത്തിൽ വട്ടം ചുറ്റി സ്വയം ആനന്ദിച്ച് ചുവടുകൾ വയ്ക്കാം. കസ്തൂരിമഞ്ഞളും രക്തചന്ദനവും ചേർത്ത മിശ്രിതം സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ മുഖത്തിടുമ്പോൾ അതുണ്ടാക്കുന്ന ബീഭത്സഭാവം കണ്ട് തന്നെത്താനെ ചിരിക്കാം. വനേസയുടെയൊക്കെ പരസ്യത്തിൽ കാണുന്നത് പോലെ അടിവസ്ത്രം മാത്രമിട്ട് സ്വന്തം ഭംഗിയൊന്ന് ഉറപ്പുവരുത്താൻ പോലും അവൾ ഒറ്റയ്ക്കായാലല്ലേ പറ്റൂ. ബീപ്പ്. എന്തോ ഒരനക്കം കേട്ട് അവൾ ആലോചനയിൽ നിന്ന് തിരിച്ചു വന്നു. വല്ലാത്തൊരു പ്രതീക്ഷയോടെ മൊബൈൽ നോക്കി. ഇല്ല, താൻ കാത്തിരിക്കുന്ന സന്ദേശമല്ല. എത്ര പറഞ്ഞിട്ടും കേൾക്കാത്ത മനസ്സ്. ചിലപ്പോൾ അങ്ങനെയാണ്. തീരെ അനുസരണയില്ലാത്ത ഒരു കുട്ടിയാവും മനസ്സ്. നിന്റെ അമ്മ ഭാവമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാകാൻ എന്തേ നിന്നെ കിട്ടിയില്ല? എനിക്ക് എല്ലാ ദൈവങ്ങളോടും പരിഭവമാണ്. ഫോണിൻ്റെ പ്രത്യേക ഫോൾഡറിൽ സൂക്ഷിച്ചത് പതിവ് പോലെ ഒരാവർത്തി വായിച്ച് അവളൊരു ദീർഘശ്വാസം എടുത്തു. ഇന്നെന്തെങ്കിലും കാണാതിരിക്കില്ല. പ്രതീക്ഷയോടെ ലോഗിൻ ചെയ്ത് ഗാഥ ജിമെയിൽ തുറന്നു. ഇന്നെന്താ നെറ്റ് സ്ലോ ആണല്ലോ. അല്ലെങ്കിലും ചിലപ്പോൾ അങ്ങനെയാണ്, പ്രത്യേകിച്ച് നമുക്ക് ആവശ്യമുള്ളപ്പോൾ. ഹൃദയമിടിപ്പ് സ്വയം അറിയാതെ ഉയരുന്നത് നിയന്ത്രിക്കാൻ ശ്രമിച്ച് അവൾ കാത്തിരുന്നു. ഇന്ന് എത്രാമത്തെ ദിവസമാണ് ഒരു വിവരവുമില്ലാതായിട്ട് അവൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഗുഡ് മോർണിംഗ് പറഞ്ഞ് രസകരമായി ഉന്മേഷത്തോടെ തുടങ്ങിയിരുന്ന രാവിലേകൾ ഇല്ലാതായിട്ട് 3 ആഴ്ചയാവുന്നു. രാത്രിയിൽ ഗുഡ് നൈറ്റ് ഫോണിൽ തെളിഞ്ഞാൽ ഉറക്കത്തിനുള്ള സൂചനയായി. എത്ര തിരക്കിലും എത്ര ജോലിയിലും
ഒറ്റയ്ക്കല്ല എന്നറിയിച്ചുകൊണ്ട് എത്തിയിരുന്ന മെയിലുകൾ. എന്തിനെന്നില്ലാതെ മനസ്സ് പതറുമ്പോൾ, മിഥുനമാസ സന്ധ്യകൾ പോലെ മൂടിക്കെട്ടുമ്പോൾ, അറിയാതെ കണ്ണു നിറഞ്ഞു വരുമ്പോൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അപ്രതീക്ഷിതമായി എത്തിയിരുന്ന ഫോൺ സന്ദേശങ്ങൾ. വേണ്ടാട്ടോ പെണ്ണെ, ഞാനില്ലേ ഒപ്പം. ആ ഒരു വരിയിൽ തെളിഞ്ഞിരുന്ന മനസ്സ്. ജോഗ്രാഫിക്കലി എത്ര ദൂരെ ഇരുന്നാലും ഒന്ന് മനസ്സ് പിടച്ചാൽ അന്യോന്യം അറിയുന്നല്ലോ എന്ന സമാധാനം. മുഴുവൻ വിശേഷങ്ങളും കുത്തി നിറച്ച് എഴുതാൻ കാത്തിരുന്ന പ്രഭാതങ്ങൾ ഒക്കെ സ്വപ്നമായിരുന്നോ? എന്താ ഉണ്ടായത്? എന്തിനീ നിശബ്ദത? ദൂരെ ദൂരെ മറ്റൊരു നഗരത്തിൽ, മറ്റൊരു സമയതീരത്ത് കീബോർഡിലെ അക്ഷരങ്ങൾ പരതി അയാളിരുന്നു. വെറുമൊരു സൗഹൃദം, ഒരു നല്ല കൂട്ട്. മനസ്സിനോട് ആവർത്തിച്ചു പറഞ്ഞു തുടങ്ങിയതാണ്. എന്നിട്ടോ എപ്പോഴോ എവിടെയോ വെച്ച് പിടിവിട്ടുപോയി. മനസ്സിലുണ്ടായിരുന്ന രുചിക്കൂട്ടുകൾ എല്ലാം സമപാകത്തിൽ ഒത്തുചേർന്ന ഒരാൾ. ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ, താൽപ്പര്യങ്ങൾ ഒക്കെ സമാനം. മധ്യവയസ്സിൻ്റെ പക്വതയിലും സൈബർ വേൾഡിൽ പിടിവിട്ടുപോയി എന്നതാണ് വാസ്തവം. പക്ഷേ ഇനിയും മുന്നോട്ടു പോയാൽ നിയന്ത്രിക്കാൻ പറ്റില്ല എന്നതും തിരിച്ചറിയുന്നു. ഒന്നും വേണ്ടിയിരുന്നില്ല എന്നും തോന്നുന്നില്ല. കാരണം ഏറ്റവും മനോഹരമായ ഒരനുഭവമായിരുന്നു. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ലൗഡ് ആൻഡ് ലോസ്റ്റ് ദാൻ നെവർ ടു ഹാവ് ലൗഡ് അറ്റ് ഓൾ. സ്നേഹിക്കാതിരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് സ്നേഹിച്ച് നഷ്ടപ്പെടുന്നത് തന്നെയാണ്. കോളേജ് കാലത്ത് വായിച്ച ഏതോ ബുക്കിൽ കണ്ടത് എത്ര ശരിയായിരുന്നു. പക്ഷേ തുടരാൻ വയ്യ. തന്നോട് ചേർന്ന് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മറ്റു ജീവിതങ്ങൾ കാണാതിരിക്കാൻ വയ്യ. ഏറ്റവും പ്രിയപ്പെട്ട വസ്തു ഉപേക്ഷിക്കുന്ന മനസ്സിൻ്റെ വേദന അതനുഭവിച്ചാലേ അറിയാൻ പറ്റൂ. ഇപ്പോഴെങ്കിലും ഞാൻ എന്നെ തടഞ്ഞില്ലെങ്കിൽ വയ്യ. കയ്യിൽ നിന്ന് ജീവിതത്തിൻ്റെ കടിഞ്ഞാൻ കളയാൻ വയ്യ. ഇനി വയ്യ പെണ്ണെ, വെറുക്കൂ എന്നെ. ഒരു വുമണൈസറാണെന്ന് തന്നെ കരുതി വെറുക്കൂ. എൻ്റെ മൗനം നിന്നെ സഹായിക്കട്ടെ. കീബോർഡിലെ അക്ഷരങ്ങളെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഒരു വാക്കുപോലും എഴുതാതെ നിസ്സംഗനായി അയാളിരുന്നു. കിടപ്പുമുറിയിലെ അരണ്ട വെളിച്ചത്തിൽ ഉറക്കം ഞെട്ടിയ ഭാര്യ തിരിഞ്ഞു കിടക്കുന്നത് കണ്ട അയാൾ സാവധാനം സിസ്റ്റം അടച്ചുവെച്ച് എഴുന്നേറ്റു. ജനാലയ്ക്കരികിൽ നിന്ന് കർട്ടൻ മാറ്റിയാൽ കാണാവുന്ന ആകാശത്തുണ്ടിനെ നോക്കി. കുറച്ച് നക്ഷത്രങ്ങൾ മാത്രം അവിടവിടെയായി ചിതറി. ഈ ആകാശപ്പൊട്ടിൻ്റെ ഏതോ ഒരറ്റം അവളും കാണുമല്ലോ എന്നോർത്തപ്പോൾ എന്തെന്നില്ലാത്ത സങ്കടം അയാളുടെ നെഞ്ചിൽ പിടഞ്ഞു നിന്നു. ഈ പിടച്ചിൽ ഇനി എന്നും ഇങ്ങനെ എന്ന തിരിച്ചറിവിൽ അയാളും. സാവധാനം തെളിഞ്ഞു വന്ന ജിമെയിൽ പേജിൽ വേഗം തന്നെ പേരും പാസ്വേഡുമൊക്കെ അടിച്ചു കൊടുത്ത് ഗാഥ കാത്തിരുന്നു. ഇന്ന് കാണും എന്തെങ്കിലും, കാണാതിരിക്കില്ല. ഗാഥയുടെ ലോകം എന്ന ഈ കഥ ഇഷ്ടമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. കടുപ്പത്തിൽ ഒരു കഥ എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണും മറക്കാതിരിക്കുക. ഷെയർ ചെയ്യുന്നതിൽ ഒരാനന്ദമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കഥകൾ മറ്റുള്ളവർക്കും തീർച്ചയായും ഷെയർ ചെയ്യണേ. ഇനി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം.